കണ്ട ബഹിരാകാശ ശാസ്ത്ര നേട്ടത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നാടകം. മിഷൻ ശക്തി എന്ന ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം വിജയമെന്ന മോദിയുടെ അവകാശവാദം. എന്നാൽ നേട്ടത്തിന് പിന്നിലെ ശാസ്ത്രജ്ഞരുടെ പേരുദ്ധരിക്കാൻ പോലും മോദി തയ്യാറായില്ല. भारत ने आज अपना नाम अंतरिक्ष महाशक्ति स्पेस पावर के रूप में दर्ज करा दिया है। अब तक दुनिया के 3 देश अमेरिका, रूस और चीन को यह उपलब्धि हासिल थी। अब भारत चौथा देश है जिसने आज यह सिद्धि प्राप्त की है। हमारे वैज्ञानिकों ने अंतरिक्ष में, स्पेस में 300 किलोमीटर दूर LEO लो अर्थ ऑर्बिट में एक लाइव सैटेलाइट को मार गिराया है। LEO लो ऑर्बिट में यह लाइव सैटेलाइट, जो कि एक पूर्व निर्धारित लक्ष्य था, उसे एंटी सैटेलाइट ASAT मिसाइल द्वारा मार गिराया गया है। सिर्फ 3 मिनट में सफलतापूर्वक यह ऑपरेशन पूरा किया गया है। मिशन शक्ति यह अत्यंत कठिन ऑपरेशन था। ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബഹിരാകാശ ശാസ്ത്ര നേട്ടത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത നാടകം കളിക്കുകയായിരുന്നു എന്ന് തന്നെ വേണോ കരുതാൻ? കാരണം ബഹിരാകാശത്ത് ഉപഗ്രഹവേദ മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചത് 10 വർഷം മുൻപ് ഇന്ത്യ കൈവരിച്ച നേട്ടത്തെക്കുറിച്ചാണ്. രേഷ്മ, തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പ്രതിരോധ രംഗത്ത് നിർണായകമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചതാകട്ടെ 2012 തന്നെ രാജ്യം വലിയൊരു നേട്ടം കൈവരിച്ച ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം ഇന്ത്യ നടത്തുകയും അത് കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്, മിഷൻ ശക്തി എന്ന അത്യന്തം കഠിനമായ ഓപ്പറേഷൻ ഇന്ത്യ ഇന്ന് നടത്തി എന്നാണ് നരേന്ദ്രമോദി തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഇങ്ങനെയാണ്, ഇന്ത്യ തദ്ദേശമായി തന്നെ ഉപഗ്രഹവേദ മിസൈൽ വികസിപ്പിച്ചെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോ എർത്ത് ഓർബിറ്റിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു സാറ്റലൈറ്റ് ഇന്ത്യ തകർത്തിരിക്കുന്നു. ഏകദേശം അന്തരീക്ഷത്തിൽ 300 കിലോമീറ്ററിന് മുകളിൽ ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് ആണ് ഇന്ത്യ ഈ മിസൈൽ ഉപയോഗിച്ച് തകർത്തതെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നു. ASAT എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ ഈ ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഉപഗ്രഹത്തെ തകർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ലോ എർത്ത് ഓർബിറ്റിൽ സാധാരണഗതിയിൽ ഇന്ത്യ അങ്ങനെ ഈ പരീക്ഷണ അടിസ്ഥാനത്തിലൊന്നും സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാറില്ല. കാരണം പ്രവർത്തന സജ്ജമായ സാറ്റലൈറ്റുകൾ അത്ര അത്യാവശ്യമാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 160 മുതൽ 2000 കിലോമീറ്റർ ഉയരത്തിൽ വരെയുള്ള ഈ LEക്കുള്ളിൽ നിക്ഷേപിക്കാറില്ല. അതിന് മുകളിലാണ് സാറ്റലൈറ്റുകൾ നിക്ഷേപിക്കാറുള്ളത്. പക്ഷേ ഇക്കഴിഞ്ഞ മാസമൊക്കെ അത്തരം ഒരു മേഖലയിലേക്ക് ഇന്ത്യ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരുന്നു. ആ സാറ്റലൈറ്റ് ആയിരിക്കാം ഇപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇന്ത്യ തകർത്തതെന്ന വിവരമാണ്, മിസൈൽ ഉപയോഗിച്ച് തകർത്തതെന്നാണ് വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഒഡീസയിൽ നിന്ന് ആയിരിക്കാം ഈ മിഷൻ ശക്തി എന്ന പേരിൽ മിസൈൽ പ്രയോഗം നടത്തിയത് എന്ന സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരണം. എന്തായാലും നരേന്ദ്രമോദി പക്ഷെ അത് രാജ്യത്തിന്റെ വലിയ അഭിമാന നേട്ടമായി അവതരിപ്പിച്ചിരിക്കുന്നു.
അതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. DRDO കൈവരിച്ച ഒരു നേട്ടമാണത്. പക്ഷെ DRDOയെ കുറിച്ച് ഒരു വാക്ക് പോലും നരേന്ദ്രമോദി പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഒരു പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അറിയിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. DRDOയ്ക്ക് തന്നെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവരാണ് ഇതിനു മുമ്പ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ രാജ്യത്തെ അറിയിക്കാറുള്ളത്. 2012 തത്തുല്യമായ രീതിയിലുള്ള പരീക്ഷണം ഇന്ത്യ നടത്തുകയും അന്ന് DRDOയുടെ അധ്യക്ഷൻ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പുതുമയുള്ളൊരു വിഷയമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായ പരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രി വന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ് ഇപ്പോൾ പല പ്രതിരോധ മേഖലയിലെ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ വോട്ട് ലഭിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് നരേന്ദ്രമോദി. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും വിജയിച്ച് NDAക്ക് അധികാരത്തിൽ എത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം തങ്ങൾ നടത്തിയെന്ന് പറയുന്നത്. രാഷ്ട്രീയമായി BJP ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ചാര ഉപഗ്രഹം ഇന്ത്യക്ക് മേൽ ചാര നിരീക്ഷണം നടത്താനായി വരികയാണെങ്കിൽ അത് തകർക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധ മേഖലയിൽ ഒരു രാജ്യത്തിന് മേൽ അപ്രമാദിത്വം നടത്താനുള്ള ഒരു ശക്തി ഇന്ത്യ ആർജിച്ചെടുത്തു എന്ന രീതിയിലാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള തർക്കം, ഈ അതിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം വീണ്ടും വഷളാക്കി കാര്യങ്ങൾ അനുകൂലമാക്കാനാണ് ഇത്തരമൊരു പ്രഖ്യാപനത്തിലൂടെ മോദി അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. വോട്ട് ആ വഴി വരുമോ എന്നാണ് അവർ നോക്കുന്നത്. പക്ഷെ എന്തായാലും വലിയ ആരോപണങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിരോധ മേഖലയിൽ നിന്ന് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പഴയ പരീക്ഷണത്തെ പുതുമയുള്ളതാക്കി നരേന്ദ്രമോദി അവതരിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. വ്യക്തമാണ് സന്തോഷ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാജേന്ദ്രൻ കൂടി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാജേന്ദ്രൻ, മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ രാജ്യം കാണാൻ തുടങ്ങിയ തട്ടിപ്പുകൾ ഓരോന്ന് ഉണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നരേന്ദ്രമോദിയുടെ ഈ ഒരു അഭിസംബോധനയെ നമുക്ക് കാണാൻ സാധിക്കുമോ? കാരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 10 വർഷം മുൻപ് ഇന്ത്യ കൈവരിച്ച നേട്ടത്തെക്കുറിച്ചാണ്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും. കാരണം ഒന്ന്, ബഹിരാകാശ രംഗത്ത് ഈ ഗവേഷണങ്ങൾ, ബഹിരാകാശ രംഗത്തെ പരീക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യ എത്രയോ കാലമായി, അതായത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ആ കാലം കൂട്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ വലിയ ശക്തിയാണ്. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന ഈ രാജ്യങ്ങൾക്കൊക്കെ ഒന്നുകിൽ അവരുമായി ഒപ്പം, അതല്ലെങ്കിൽ അവർക്ക് തൊട്ടുപുറകിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയാണ് ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത്. അവിടെ നിരവധി തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കാറുണ്ട്, വിജയകരമായ പരീക്ഷണങ്ങൾ നടക്കാറില്ല. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2010 എങ്ങനെയാണ് മോഡിയുടെ ഈ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാറുന്നത്, തട്ടിപ്പായി മാറുന്നത് എന്നതിലേക്ക് പോകണമെങ്കിൽ 2010 ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക് പോകേണ്ടി. 2010 അന്ന് ഇവിടെ 97ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി അന്നത്തെ DRDOയുടെ ഡയറക്ടറായിരുന്ന ജനറൽ രൂപേഷ് ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യം എന്തെന്നാൽ, ഇന്ത്യ അതിനകം തന്നെ ഈ ഒരു സാറ്റലൈറ്റ് ഉപഗ്രഹവേദ മിസൈൽ അതിനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും കൈവരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകം തന്നെ അതിനുള്ള എല്ലാ സാങ്കേതിക വിദ്യയുമുണ്ട്. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചെന്ന് പ്രധാനമന്ത്രി കുട്ടികീർഷിച്ച പ്രഖ്യാപനം നടത്തിയ ആ സാങ്കേതിക വിദ്യ 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 9 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, അന്ന് ആ നേട്ടം പത്രസമ്മേളനം നടത്തി രാജ്യത്തെ അറിയിക്കുന്നത് DRDOയുടെ മേധാവിയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ, പരീക്ഷണങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ DRDO ഒരു വാർത്താക്കുറിപ്പ് ഇറക്കും. അതാണ് സാധാരണ ചെയ്യാറുള്ളത്. വാർത്താക്കുറിപ്പ് ഇറക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട DRDOയുടെ മേധാവിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞരും വാർത്താ സമ്മേളനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും അറിയിക്കും. നിരവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നേരിട്ട് ചില പത്രക്കാര് സയൻസ് അതുപോലെ സ്പേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന, ആ മേഖലയിൽ പ്രാവീണ്യം നേടിയ പത്രക്കാരെ മാത്രമായി കൊണ്ടുപോയിട്ട് പലതും തന്നെ കാണിക്കാറുണ്ട്, ഇതിനെപ്പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ. ഇതാണ് ഈ ബഹിരാകാശത്തിന്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഗവേഷണങ്ങൾ, നമ്മുടെ വിജയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇതുവരെ നിലനിന്നിരുന്ന സമ്പ്രദായം. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഇന്ന് നടന്നത് എങ്ങനെ ഇതിനെല്ലാം തന്നെ വളരെ തന്ത്രപൂർവ്വം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വസ്തുവാക്കി മാറ്റാം എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. കാരണം ഇന്ന് വളരെ പെട്ടെന്നാണ് 11:45 തൊട്ട് 12 മണി ഈ സമയത്തിനിടയിൽ
നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും, വലിയ പ്രഖ്യാപനം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നത്. പ്രധാനമന്ത്രി തന്നെ ഇത് ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല ഇതിന് തൊട്ട് മുമ്പ് അവിടെ ഇങ്ങനെ മന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയുടെ യോഗം ചേർന്നു. ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം തന്നെ വിളിച്ചു വരുത്തി. മാത്രമല്ല അവരുടെ എല്ലാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിച്ചു. അതായത് ഈ പ്രഖ്യാപനം അത് പുറത്ത്, കാരണം ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാർത്താ പ്രാധാന്യം തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ മൊബൈൽ ഫോണെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യിച്ചു. അതിനുശേഷമാണ് അതും ഒരു 12 മണിക്ക് 11:45 തൊട്ട് 12 മണി വരെയുള്ള സമയത്തിനുള്ളിൽ തുടങ്ങുമെന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു 20 മിനിറ്റോളം താമസിച്ചു. അതെന്തിനാണെന്നാൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ജനങ്ങളെ കൂട്ടത്തോടു കൂടി ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഈ പുൽവാമയിൽ ഇത് നമ്മൾ അതിർത്തി കടന്ന് നടത്തിയെന്ന് പറയുന്ന ആ സൈന്യത്തിന്റെ ഭീകര ക്യാമ്പുകൾ, ഹിസ്ബുൾ മുജാഹിദിന്റെ ഭീകരരുടെ ക്യാമ്പുകൾ പാകിസ്ഥാനിൽ തകർത്തതുപോലെയുള്ള എന്തോ ഒരു വലിയ വാർത്ത പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നു. നോട്ട് നിരോധനം പോലുള്ള എന്തോ ഒരു വലിയ വാർത്ത. കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി അവസാനമായി പലരും തന്നെ കരുതിയത്, നമ്മുടെ എല്ലാം ഓഫീസിലേക്ക് നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നു. പലരും തന്നെ കരുതിയിരുന്ന ഒരു കാര്യം എന്തെന്നാല് പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില കുറയ്ക്കാൻ പോകുന്നു. കാരണം 40 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കവേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജനപ്രിയമായ നടപടികൾ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? അത് ചട്ടലംഘനമല്ല. എങ്കിൽ പോലും പ്രധാനമന്ത്രി വലിയ കൊട്ടിക്കൊഴിച്ചൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തോ വലിയൊരു ആശ്വാസം നേടാൻ പോകുന്ന ഒരു പ്രതീതിയാണ് ജനങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടായത്. അപ്പോൾ ജനങ്ങളെ കൂടുതലായി TV സ്ക്രീനിലേക്ക് ആകർഷിക്കുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊരു 20 മിനിറ്റോളം താമസിപ്പിച്ച് നടത്തിയത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാന വസ്തുത, ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടെങ്കിൽ തന്നെ ഇത് ഓൾറെഡി 9 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം കൈവരിച്ചൊരു നേട്ടമാണ്. ശാസ്ത്രജ്ഞർ കൈവരിച്ച വളരെ അഭിമാനകരമായ നേട്ടമാണ്. അവർ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. എന്നാൽ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെ ഇത് പ്രഖ്യാപിക്കേണ്ടത് പ്രധാനമന്ത്രിയില്ല. സാധാരണ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാറുള്ളത് എന്തെങ്കിലും കാര്യമായ നയം മാറ്റം ഉണ്ടാവുന്ന സമയത്താണ്. ഉദാഹരണം പറഞ്ഞാൽ AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അന്നെല്ലാം അണുപരീക്ഷണങ്ങൾ നടത്തിയ ഘട്ടത്തിലെല്ലാം, കാരണം അതൊരു നയമാറ്റമാണ്. ആഗോളതലത്തിൽ ആണവ നിർവ്യാപനവുമായപ്പെട്ട നയമാറ്റം അല്ലെങ്കിൽ കാതലായ നയമാറ്റം, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധാരണ പ്രഖ്യാപിക്കാറുള്ളത്. ഇത് ഈ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ, DRDO മേധാവി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ അവരൊരു വാർത്താക്കുറിപ്പായോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. കൊട്ടിഘോഷിച്ച് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരിടത്തു പോലും ശാസ്ത്രം കൈവരിച്ച്, ഇന്ത്യൻ ശാസ്ത്രരംഗം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിനകത്ത് ഒരിടത്തു പോലും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരാരൊക്കെയാണ് അവരുടെ പേരുദ്ധരിക്കാൻ തയ്യാറായില്ല, അവരെ അഭിനന്ദിക്കാൻ തയ്യാറായില്ല. കാരണം ഇത് വലിയ നേട്ടം. ഇത് എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെ, വിജയകരമായ പരീക്ഷണങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണിത്. നേരത്തെ പറഞ്ഞ പോലെ 2010 തന്നെ അന്ന് DRDOയുടെ മേധാവി വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു നേട്ടം നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞതെങ്കിൽ പോലും ഇങ്ങനെ കൊട്ടിക്കൊഴിച്ച് നടത്തുമ്പോൾ ആ ശാസ്ത്രജ്ഞരുടെ പേരുദ്ധരിക്കാൻ പോലും അധികം തയ്യാറില്ല. കാരണം ഇത് വളരെ വ്യക്തമാണ്. ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. ഒരു അതിർത്തി കടന്ന് ബനാക്കോട്ടിൽ ഭീകര ക്യാമ്പുകൾ തകർത്തു എന്ന രീതിയിലുള്ള ഒരു വലിയ പ്രചാരണം നടത്തി, 350ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പ്രചാരണം നടത്തി. എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അതെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. ഇവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം അതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ട് മാത്രമല്ല, ഈ പല സംസ്ഥാനങ്ങളിലും BJPക്ക് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ ഈ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു എന്നൊരു വിവരം ലഭ്യമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രവുമായി പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം യാതൊരു സംശയം വേണ്ട, ഇതിനെതിരെ രംഗത്ത് വരുമെന്ന കാര്യം ഉറപ്പാണ്. വ്യക്തമാണ് രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബഹിരാകാശ ശാസ്ത്ര നേട്ടത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നാടകം. മിഷൻ ശക്തി എന്ന ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം വിജയമെന്ന മോദിയുടെ അവകാശവാദം. എന്നാൽ നേട്ടത്തിന് പിന്നിലെ ശാസ്ത്രജ്ഞരുടെ പേരുദ്ധരിക്കാൻ പോലും മോദി തയ്യാറായില്ല. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ നൽകി. വ്യാജരേഖ ചമച്ചതിന് കേരളത്തിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി മുരളീധര റാവുവിനെതിരെ കേസ്. നിർമ്മലാ സീതാരാമന്റെ കള്ളയൊപ്പിട്ട് പണം തട്ടിയെന്ന പരാതി. ജോലി വാഗ്ദാനം ചെയ്ത 2.17 കോടി രൂപ തട്ടിയെന്നും ആരോപണമുണ്ട്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം 5ാം ദിവസവും തുടരുകയാണ്. മത്സരിക്കാൻ വയനാടും കർണാടകവും പരിഗണനയിലുണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുലിനെ കർണാടകത്തിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദവുമായി മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയെന്ന് രമേശ് ചെന്നിത്തല. വയനാട് നിന്ന് മത്സരിക്കണമെന്ന കേരള ഘടകത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. PC ജോർജിന്റെ ജനപക്ഷം NDAയിലേക്ക് ലയിക്കുമെന്ന സൂചന. NDAയിൽ ചേരുന്നത് സംബന്ധിച്ച് PC ജോർജ് BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. മുന്നണി പ്രവേശം സംബന്ധിച്ച് വിവിധ പാർട്ടികളുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി PC ജോർജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ PC ജോർജ് തയ്യാറായിട്ടില്ല. മുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതെന്നും സൂചനയുണ്ട്. ബീഹാറിലെ ബേഗുസരായ് മണ്ഡലത്തിൽ നിന്ന് പിന്മാറാനൊരുങ്ങി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിനെതിരെ ബേഗുസരായിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതുള്ള അതൃപ്തി അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ വീണ്ടും അറിയിച്ചു. സമുദായ വോട്ടുകൾ തനിക്ക് ലഭിക്കില്ലെന്നുകൂടി ഉറപ്പായതോടെ പിന്മാറാനൊരുങ്ങുകയാണ് ഗിരിരാജ് സിംഗ്. ഗിരിരാജ് സിംഗിന്റെ സിറ്റിംഗ് സീറ്റായ നവാഡയ്ക്ക് പകരമായാണ് ബേഗുസരായ് മണ്ഡലം പാർട്ടി അദ്ദേഹത്തിന് നൽകിയത്. NDA സീറ്റ് വിഭജനത്തിൽ സഖ്യകക്ഷിയായ LJPക്ക് നവാഡ വിട്ടു നൽകുകയും അവിടെ ചന്ദൻ കുമാർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. മറുവശത്ത് മഹാസഖ്യം ബീഹാറിൽ CPIക്ക് സീറ്റ് നൽകിയിരുന്നില്ല. പകരം ബെഗുസരായ് മണ്ഡലം ലാലു പ്രസാദ് യാദവിന്റെ RJD എടുക്കുകയും തൻവീർ ഹസനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭൂമിഹാർ മുസ്ലിം വോട്ടുകൾ കാര്യമായുള്ള മണ്ഡലത്തിൽ നിന്ന് ഭൂമിഹാറുകാരനായ ഗിരിരാജ് സിംഗ് മത്സരിച്ചാൽ വിജയിക്കുമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ബീഹാറിൽ മഹാസഖ്യത്തിന് പുറത്തുനിന്ന് മത്സരിക്കാൻ CPI തീരുമാനിക്കുകയും കന്നയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഭൂമിഹാർ വിഭാഗത്തിൽ നിന്നുള്ള കന്നയ്യകുമാറും മത്സരരംഗത്ത് വന്നതോടെ ഭൂമിഹാർ വോട്ടുകൾ ഭിന്നിക്കുമെന്നുറപ്പായി. ഇതോടെയാണ് ഗിരിരാജ് സിംഗ് ബെഗുസരായിൽ മത്സരിക്കുന്നതിലെ അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചത്. തന്റെ ആത്മാഭിമാനത്തെ പാർട്ടി മുറിപ്പെടുത്തിയെന്നും ബീഹാറിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട ഏക MP താനാണെന്നും വ്യക്തമാക്കി ഗിരിരാജ് സിംഗ് പരസ്യ പ്രസ്താവനയും നടത്തി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മണ്ഡലം മാറുന്ന കാര്യത്തിൽ അദ്ദേഹം അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനം കൊടും ചൂടും വരൾച്ചയും നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര യോഗം വിളിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 3 മണിക്ക് ചേർന്ന യോഗത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യും. വരൾച്ച പ്രതിരോധത്തിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഏകോപന ചുമതലയുണ്ട്. വീഡിയോ കോൺഫറൻസ് വഴി ചീഫ് സെക്രട്ടറി സ്ഥിതി വിലയിരുത്തും. ഓരോ ദിനവും സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിലും കടുത്ത വരൾച്ചയെ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് സർക്കാർ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വീഡിയോ കോൺഫറൻസിംഗ് വഴി ചീഫ് സെക്രട്ടറി നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തും. അതോടൊപ്പം വരൾച്ചയെയും ചൂടിനെയും നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കും സർക്കാർ തുടക്കം കുറിച്ചു. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഓരോ ജില്ലകളിലും കിയോസ്കുകളിൽ ശുദ്ധജല ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം കൃത്യമായി എത്തിക്കാനാണ് നിർദ്ദേശം. വരൾച്ചാ പ്രതിരോധത്തിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഏകോപന ചുമതല. സൂര്യാഘാതത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായവും സർക്കാർ പരിഗണിക്കും. ഇതിനായി മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ റവന്യൂ ആരോഗ്യ വകുപ്പുകൾക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.